രാധാകൃഷ്ണൻ സാർ നമസ്കാരം. നമസ്കാരം. സാർ ഇപ്പോൾ ABC കുറേ പ്രാവശ്യം വരുന്നുണ്ട്, എന്നിട്ട് നമ്മൾ തമ്മിലൊന്നും ഇരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകവും ത്രില്ലും ഒക്കെ എനിക്കുണ്ട്. ഏതായാലും സാർ, ഞാനിപ്പോൾ ഈ പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പാർലമെൻറ്റിൽ ഭരണഘടന എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ നരേന്ദ്രമോദിയുടെ ഒരു പെർഫോമൻസ്, നമ്മുടെ ഭരണഘടനയുടെ മൂല്യം അതെങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതിനെ എങ്ങനെ തകർത്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 60 വർഷത്തിനിടയ്ക്ക് 75 തവണ ഭരണഘടന ഭേദഗതി ചെയ്തതാണ്. അതുമാത്രമല്ല, ഒരു തവണ തിരഞ്ഞെടുക്കപ്പെടാത്ത പ്രധാനമന്ത്രിയായിരുന്നിട്ടും ഓർഡിനൻസ് വഴി ഭരണഘടന അമെൻഡ് ചെയ്യാൻ നോക്കി. അവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ നെറ്റിക്കടിക്കുന്നൊരു പ്രസംഗമായിരുന്നു. ഈ ഭരണഘടനാ ഡിബേറ്റ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടന്നല്ലോ, അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നലെ ഞാൻ മോദിയുടെ പ്രസംഗം കേട്ടു. അതിനു മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ഇത് പൈലറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ ആദ്യമായിട്ട് ഇറങ്ങിയ അവരുടെ രാജകുമാരിയുടെ പ്രസംഗവും കേട്ടു. എനിക്ക് വലിയ സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടന പോലുള്ളൊരു മഹത്തായ സ്ഥാപനത്തെക്കുറിച്ച് പാർലമെൻറ്റ് പോലുള്ള ഒരു അരങ്ങിൽ, വലിയ വേദിയിൽ എന്നുവെച്ചാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വേദി, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ അല്ല, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് പഠിച്ച് ശരിക്ക് ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ശശി തരൂർ അടക്കമുള്ളവരുണ്ടായിട്ട് ഒരു കന്നിക്കാരിയെ ചുമതലപ്പെടുത്തിയതിൻ്റെ ഔചിത്യം ഉണ്ടല്ലോ, ആ ഔചിത്യത്തിന് വിഡ്ഢിത്തം എന്നല്ലാതെ വേറെ ഒന്നും വിശേഷിപ്പിക്കാനായിട്ട് സംശയം ചോദിക്കട്ടെ. ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇത്രയും വലിയ മഹാരഥികൾ, എക്സ്പീരിയൻസ് ഹാൻഡ്സ് കോൺഗ്രസ്സിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രിയങ്ക വന്നത്? അല്ലെങ്കിൽ അവരെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അത് ലോഞ്ചിങ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ളൊരു നീക്കമുണ്ടോ? ഇല്ല, അതല്ല, രണ്ടുപേരായിക്കോട്ടെ. രണ്ടുപേരായിക്കോട്ടെ. ദ്വിമുഖ പോരാട്ടം. കാരണം രണ്ടുപേര് ഇപ്പോൾ ഒരാൾക്ക് ഇത്തിരി കരുത്ത് പോരാന്ന് പറഞ്ഞാൽ വേറൊരാളത് ദ്വിമുഖ പോരാട്ടം, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പോരാടട്ടെ. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ഇത്ര ഗംഭീരമായ ഒരു പ്രസംഗം, ഔചിത്യപൂർണമായ ഒരു പ്രസംഗം മോദി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പാർലമെൻറ്റിൽ നടത്തിയതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര ഗഹനമായൊരു വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് വസ്തുതകളുടെ പിൻബലത്തോടു കൂടിയാണ് അത് മുഴുവൻ സമർത്ഥിച്ചത്. തീർച്ചയായിട്ടും അത് പ്രശംസ അർഹിക്കുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ഏറ്റവും പ്രസക്തമായ വാക്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളായ അല്ല ഇന്ത്യക്കാരായ നമ്മൾ. ഈ ഇന്ത്യക്കാരായ നാം എഴുതി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർ നിരീക്ഷിച്ചൊരു കാര്യം, ഈ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടനകളിലൊന്നാണ്. പക്ഷേ ഇതിൻ്റെ മഹത്വം നിർണ്ണയിക്കപ്പെടുന്നത് അതെങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. നടപ്പിലാക്കുന്ന വ്യക്തികൾക്ക് ഇതിൽ വലിയൊരു പ്രാമുഖ്യമുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ഭരണഘടന എഴുതുന്ന സമയത്തും നടപ്പിലാക്കുന്ന സമയത്തും അതിൻ്റെ ആദ്യ അമരക്കാരനായിട്ടിരിക്കാൻ ഭാഗ്യം ഉണ്ടായ ഒരാൾ എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അത് 47 തുടങ്ങി 52 വരെ അദ്ദേഹം എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ അല്ല, അദ്ദേഹം സിലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. സിലക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തിനായതാണ്. കാരണം എലക്റ്റഡ് കക്ഷി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ആദ്യത്തെ ഒരു മാനിപ്പുലേഷനിലൂടെയാണ് ഇദ്ദേഹം വരുന്നത്. കാരണം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇതാകുന്നത്. പ്രൈം മിനിസ്റ്റർ 12 പ്രവിശ്യകളിലുള്ളവരും പ്രൈം മിനിസ്റ്ററായിട്ട് പട്ടേലിനെ പറഞ്ഞ സമയത്ത് ഗാന്ധിയെ ദുസ്വാധീനം ചൊലുത്തി ഗാന്ധി എടുത്ത വളരെ മോശം തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുക എന്ന് ഞാൻ പറയുന്നു. എന്തായാലും അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ ഇത് വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ചെയ്തത്, തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി ജയിക്കാൻ ആവശ്യമായ ഒരു ഫോർമുല ഉണ്ടാക്കിയാണ് ചെയ്തത്. ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയാണ്. ആ വോട്ട് ബാങ്ക് എന്തൊക്കെയായിരുന്നു? ബ്രാഹ്മിൻ, മൈനോറിറ്റി, ഹരിജൻ, ഇപ്പോൾ അതിൻ്റെ പേര് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. ഈ 3 വിഭാഗങ്ങൾക്ക് ബാധകമാകുന്ന വിധത്തിൽ അവരെ വോട്ട് ബാങ്കായി കരുതിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് പുള്ളി ഉണ്ടാക്കിയെടുത്തത്.
ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞതിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അംബേദ്കർ തന്നെ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷനിൽ പറയുന്നുണ്ട് ക്രിസ്ത്യാനിയും ദളിതും ഉൾപ്പെടെയുള്ളവരെ അല്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം ഇത് ചെയ്ത് അതിലും ബഹു രസമുണ്ട്. അംബേദ്കർ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ അറിയാമോ? ഗാന്ധിയാണ്. നെഹ്റുവിനോട് ഗാന്ധിക്ക് പരുഷമായി പറയേണ്ടി വന്ന് എന്ത് സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കാണ്, അത് മറക്കരുതെന്ന് പറഞ്ഞു. കാരണം ഇതെല്ലാം എന്ത് പറഞ്ഞ് ഇത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരല്ല, അതുകൊണ്ട് എല്ലാവർക്കും പ്രാമുഖ്യം വേണം, ആ പ്രാതിനിധ്യം വേണം, അതുകൊണ്ട് അംബേദ്കർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇത് ഗാന്ധിയാണ്. അത് നെഹ്റു പ്രതീക്ഷിച്ചില്ല. കാരണം അംബേദ്കർക്ക് ഒരു പക്ഷേ അംബേദ്കർ ഒരു ആർച്ച് ക്രിട്ടിക് ആയത് കാരണം ഗാന്ധിയുടെ പറയില്ല എന്നാണ്. പക്ഷേ ഗാന്ധിക്ക് അതല്ലോ, സമഗ്രത വേണ്ടേ. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അങ്ങനെ ഫോം ചെയ്തു വന്നപ്പോൾ ഭരണഘടന വിഭാവനം ചെയ്ത തരത്തിലുള്ള വി ദ പീപ്പിൾ എന്നുള്ള കാര്യം ചുരുങ്ങിപ്പോയി. അത് ചുരുങ്ങാവുന്നതിൻ്റെ പരമാവധി ചുരുങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OBC എന്ന് പറയുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിന്നും അകറ്റി നിർത്തുക എന്ന തന്ത്രം വളരെ സക്സസ്ഫുള്ളായിട്ട് വിനിയോഗിക്കാനായിട്ട് നെഹ്റുവിന് കഴിഞ്ഞു. ആ തന്ത്രം കോൺഗ്രസ് പിന്തുടരുകയും ചെയ്തു. ഞാൻ ഒരു ചോദ്യം, കോൺഗ്രസിൻ്റെ ഇത്രയും കാലത്തെ ഭരണത്തിനിടയിൽ OBCയിൽ നിന്നുള്ളൊരു ടവറിങ് പേഴ്സണാലിറ്റിയുടെ പേര് നിങ്ങൾ പറയൂ. ആലോചിക്കണം. അല്ല, ഒരു OBC അല്ല, മൊത്തത്തിൽ പറഞ്ഞ ഒരു സീതാറാം യെച്ചൂരി അല്ല, സീതാറാം കേസരി ഉണ്ട്. അല്ല, മറ്റേ ബാബു ജഗജീവൻ റാം ഉണ്ട്. ബാബു ജഗജീവൻ റാം ഉണ്ട്. എൻ്റെ ഓർമ്മയ്ക്ക് അപ്പുറത്താണ്. അല്ല ബാബു ജഗജീവൻ റാം, അങ്ങനെ കുറേ പേരുണ്ട്. ഈ 3 വിഭാഗത്തിൽ നിന്ന്, അതായത് ബ്രാഹ്മിൻ, മൈനോറിറ്റി, ഹരിജൻ എന്ന് അന്ന് പറഞ്ഞിരുന്ന, ഇന്നത്തെ ഭാഷ ഷെഡ്യൂൾ കാസ്റ്റ്. അതിൽ നിന്നല്ലായിരുന്നു സീതാറാം യെച്ചൂരി കേസരി. സീതാറാം കേസരി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നു. ഇവരിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് പിന്നാക്ക ജനവിഭാഗം OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു നേതാവ് വന്നിട്ടില്ല. ഞാനിഞ്ഞൊരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിലെ കാര്യം എടുക്കുക, നമുക്ക് വളരെ പരിചയമുള്ളത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു റിവൈവൽ വരുത്തി തീർത്തത് ആരായിരുന്നു? ആ റിവൈവൽ ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് KSU ആയിരുന്നു. ആ യൂത്ത് കോൺഗ്രസിനെയും KSUയെയും ഉണ്ടാക്കിയെടുത്ത നേതാവിൻ്റെ പേര് വയലാർ രവി. ആലപ്പുഴ SB കോളേജിലാണ്. അല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം മാരേജ് കോളേജിൽ വരുന്നു. ഇത് AK ആൻ്റണിയെ പ്രസിഡൻ്റ് ആക്കുന്നതും വയലാർ രവിയാണ്. KSU പ്രസിഡൻ്റ് ആക്കുന്നതും വയലാർ രവിയാണ്. ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയേറെ ഓർഗനൈസിങ് കപ്പാസിറ്റിയുള്ള, ഇത്രയേറെ ജനസ്വാധീനമുള്ള, കോൺഗ്രസിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിച്ച 32ാമത്തെ വയസ്സിൽ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്ന വയലാർ രവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃമഹത്വത്തിന് ഇനി ഇതിൽ കൂടുതലോ തെളിവൊന്നും വേണ്ടല്ലോ. പക്ഷെ ആ വയലാർ രവിയെ 9 പ്രാവശ്യം മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള അവകാശം കോൺഗ്രസ്സിന് കിട്ടിയിട്ടും ഒരിക്കൽ പോലും ഒരു OBC മുഖ്യമന്ത്രി വന്നിട്ടില്ല. ആകെ അതിന് വന്നത് 1.25 കൊല്ലക്കാലത്തേക്ക് R ശങ്കർ മാത്രമാണ്. വേറെ ആരും വന്നിട്ടില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, മറ്റ് പിന്നാക്ക ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നൊരു വലിയ വിഭാഗം ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സങ്കല്പത്തിൽ നിന്നും മാറ്റപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഈ നെഹ്റു അവലംബിച്ച വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അതൊരു പൊളിറ്റിക്കൽ ഡിസൈനാണ് അല്ലേ? പിന്നെ ഉറപ്പല്ലേ അത്. ഇത് സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കേരളത്തിൽ ഇത്രയേറെ നേതാക്കന്മാർ, ടവറിങ് പേഴ്സണാലിറ്റീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ശങ്കറിന് ശേഷം ഞാൻ ചോദിക്കുക, വയലാർ രവിക്ക് അത് കൊടുക്കാമല്ലോ. തീർച്ചയായും വയലാർ രവി സർവ്വതാ യോഗ്യനായിരുന്നു. അതെ, സർവ്വതാ യോഗ്യൻ എന്ന് മാത്രമല്ല, എല്ലാവർക്കും അത് വയലാർ രവി എന്ന് പറഞ്ഞാൽ ഒരു വികാരമായി. ഞാൻ ഒരു പഴയ KSUക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും ഒക്കെ ആയിരുന്നുകൊണ്ട് എനിക്കറിയാം. വയലാർ രവി എന്ന് പറഞ്ഞാൽ KSU യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമായിരുന്നു എന്നും. ആ വയലാർ രവിക്ക് കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായും. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിന്നാക്ക ജനവിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന വിഭാഗം ഈ ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്തെടുത്തിരിക്കുന്ന വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ വന്നിട്ടില്ല.
ഈ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് രാഷ്ട്രീയത്തിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാൻ അവസരം കിട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ അടിയന്തരാവസ്ഥക്ക് കാലത്ത് നമ്മുടെ ജയപ്രകാശ് നാരായൺ നടത്തിയ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കല്യാൺ സിംഗ് യു പിയിൽ, മുലായം സിംഗ്, ലാലു പ്രസാദ് യാദവ്, പിന്നെ കുറേയേറെ യാദവ്മാർ. ഈ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും JP-യുടെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ആൻറ്റി കോൺഗ്രസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും വന്നതാണ് ഇവരെല്ലാവരും. അവർ വന്നപ്പോഴാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ ഇന്ത്യയിലെ രാഷ്ട്രവ്യവഹാരത്തിലേക്ക് വരുന്നതും അവർ കൂടി ഉൾപ്പെടുന്നതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സങ്കല്പം വരുന്നത്. അതുവരെ അങ്ങനെ ഒരു സങ്കല്പം വന്നില്ല. ഒരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ OBC എന്ന് പറയുന്ന കാറ്റഗറിയെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് മാറ്റുന്നത്? ഇപ്പോൾ ഇത് ബ്രാഹ്മിൻ കൺസോളിഡേറ്റഡ് ആണ്, മൈനോറിറ്റി കൺസോളിഡേറ്റഡ് ആണ്, വോട്ട് ബാങ്കാണ്, ഹരിജൻ കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് ആയിട്ട് കിട്ടും. OBC അങ്ങനെയല്ല. OBC കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് ആയിട്ട് ആർക്കും കിട്ടാറില്ല. തമ്മിലടിക്കുന്നവരാണ്. തമ്മിലടിക്കുന്നത് അവർക്ക് അഭിപ്രായമുണ്ട്, ആ അഭിപ്രായങ്ങൾ അവർ പറയുന്നവരാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആകെ അതിനൊരു ചെറിയ വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. EMSൻ്റെ എല്ലാ പ്രസംഗങ്ങളും അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈഴവരാതി പിന്നാക്ക വിഭാഗം. ആ ഈഴവരാതി പിന്നാക്ക വിഭാഗത്തിന് ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ലെഫ്റ്റ് പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് നേതാക്കൾ വന്ന് അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അവർക്ക് കിട്ടി. ഇപ്പോഴാണ് ഇപ്പം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഡേ ബൈ ഡേ അത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വി ദ പീപ്പിൾ എന്നുള്ള സങ്കല്പത്തിലേക്ക് മനുഷ്യർ മാത്രമല്ല, ഇവിടുത്തെ ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും ഉൾപ്പെടെ ഒരു സംസ്കാരം മുഴുവനും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് ഉള്ള ഒരു വ്യാഖ്യാനങ്ങൾ വന്നത് പ്രധാനമായിട്ടും ജുഡീഷ്യറിയുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ കാട്ടാനയുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നാട്ടിലെ മനുഷ്യരുടെ പറയുന്നത്. കാട്ടാനക്കും അവകാശമുണ്ട്. മുമ്പ് അങ്ങനെയല്ല. മുൻപ് ഒരു മൂർഖൻ പാമ്പിനെ കണ്ടാൽ നമുക്ക് ഉടനെ തല്ലിക്കൊല്ലാം. അതെ, അങ്ങനെ ചൊല്ലു തന്നെ ഉണ്ടല്ലോ. ഒരു തമിഴ് ബ്രാഹ്മണനെ കണ്ട ഒരു മൂർഖൻ പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് മറ്റേ അണ്ണാദുര ചോദിക്കുകയും ആദ്യം ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം, മൂർഖൻ പാമ്പ് പിന്നെ ചെയ്താൽ മതി എന്നൊരു പ്രചരണം. അത് സത്യമാണോ വസ്തുവാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ബ്രാഹ്മണ വിരുദ്ധതയുടെ ഒരു മൂർധന്യത്തിൽ നിൽക്കുന്ന പുള്ളിയുടെ കൊടിയടയാളം അതായിരുന്നു. അതിൻ്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറിയിട്ട് കാട്ടിലെ ജീവികൾക്കും സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കുമെല്ലാം ഈ വി ദ പീപ്പിൾ എന്ന സങ്കല്പത്തിലേക്ക് വരും എന്ന വളരെ വിശാലമായ, ഇപ്പോഴതിൻ്റെ പേര് ഇക്കോ ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ് എന്നാണ്. ഇക്കോളജിക്കൽ ഡെമോക്രസി വരെയാണ്. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളും പാരിസ്ഥിതികമായ സംഭവങ്ങളും കൂടി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സങ്കല്പത്തിൽ ഉൾപ്പെടും എന്ന് ഉള്ള സങ്കല്പത്തിലേക്ക് വരികയാണ്, ഇവോൾവ് ചെയ്തിട്ട് വരികയാണ്. ഇത് സത്യത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഓർഗാനിക് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതിനൊരു ജൈവ സ്വഭാവം, റിജിഡ് അല്ല. അതിനെ ഇത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. ആ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈ ഭരണഘടനയ്ക്കുണ്ട് എന്ന് നരേന്ദ്രമോദി ഈ പ്രസംഗത്തിൽ പാർലമെന്റിൽ തെളിയിച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എക്സ്ട്രാ ഓർഡിനറി ഒബ്സർവേഷൻ. കാരണം അത് തെളിയിക്കുകയാണ്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഭരണഘടനയാണ്. ഈ ഭരണഘടന മറ്റതെന്താണ്? ഭരണഘടനയുടെ ഒരു കോപ്പി പോക്കറ്റിലിട്ട് നടന്നിട്ട് റിഡിക്കുലസ്. ചുവന്ന കൊച്ചു പുസ്തകം, ആ ഒരു പുസ്തകം പോക്കറ്റിലിട്ട് നടക്കുക. അതിന്റെ മറ്റൊരു വീഡിയോ സാർ കണ്ടില്ലായിരുന്നു? അതിലറിയാതെ പേജസ് മറിഞ്ഞു പോയി. ഇപ്പോൾ ബ്ലാങ്ക് ആയിരുന്നു. ചിലപ്പോൾ ആയിരിക്കും. മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും ഇത് വായിക്കാൻ പോകുന്നില്ല, വായിച്ചായിട്ട് മനസ്സിലാകുകയില്ല. അതെ, ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഈ ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ച രാഹുൽ ഗാന്ധിക്കും ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ച പ്രിയങ്ക ഗാന്ധിക്കും അവർ ഭരണഘടന വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ന്യായമായി ഞാൻ സംശയിക്കുകയാണ്. ഇനി അഥവാ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഭരണഘടന അങ്ങനെ വളരെ പ്രയാസമുള്ളൊരു പുസ്തകമല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ അതെ, നിങ്ങളും വായിച്ചിട്ടുണ്ട്. MV പൈലി സാർ മലയാളത്തിൽ നല്ലൊരു ട്രാൻസ്ലേഷൻ, അല്ല അത് മാത്രമല്ല, നമുക്കതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചാൽ തന്നെ അത് മനസ്സിലാവാത്തതുകൊണ്ട് പൈലി സാറിൻ്റെ പുസ്തകമുണ്ട്. അതെ,
അല്ല, അത് ഭരണഘടന അങ്ങനെ ഒരു ആർക്കെങ്കിലും ഇത് ഈ വക്കീലന്മാർ നമ്മളെ പറഞ്ഞ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് മാത്രം മനസ്സിലാകുന്നതല്ല. അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള സിമ്പിളാണ്, താരതമ്യേന ലളിതമാണ്. അതെ, എഴുതിയ ആളാണ് അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ അല്ലേ. അംബേദ്കർക്ക് ലളിതമായ ഭാഷയിൽ എഴുതാനുള്ള അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. ഗാന്ധിക്കും അംബേദ്കർക്കുമാണ് ആ കഴിവുണ്ടായിരുന്നത്. നെഹ്റു ഇത് എഴുതിയത് ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അല്ല, മനസ്സിലാവുന്നതല്ല, വെറുതെ ആവശ്യമില്ലാത്ത സാഹിത്യം എഴുതി വെച്ചേക്കും. എനിക്ക് അക്കാര്യത്തിലൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് സാഹിത്യ ഭാഷ സംസാരിക്കാൻ പറ്റില്ല. ഉറപ്പാണല്ലോ, സത്യമല്ലേ? ഗാന്ധി മരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ദ ലൈറ്റ് ഈസ് ഔട്ട്. അങ്ങനെയൊന്നും ഇയാൾ പറയുന്ന രീതിയിൽ, ജവഹർലാൽ നെഹ്റു പറയുന്ന രീതിയിലുള്ളൊരു ഹൃദയബന്ധം ഇദ്ദേഹത്തിന് ഗാന്ധിയുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ല. അങ്ങനെയൊന്നുമല്ല, ഒന്നും പറയാൻ കഴിയില്ല. അതെ, ശരിയാണ്. ഞാനൊരു പണ്ടൊരു കവിത പഠിച്ചിട്ടുണ്ട്. ഹോം ദേ ബ്രോട്ട് ഹിയർ വാരിയർ ഡെഡ്, ഷീ വിൽ വീപ്പ് ഓർ ഷീ വിൽ ഡൈ എന്ന് പറഞ്ഞൊരു കവിത ഞാൻ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കവി പറയുന്നത് ഷീ വിൽ വീപ്പ് ഓർ ഷീ വിൽ ഡൈ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ പൊട്ടിക്കരയാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് മരിച്ചു പോകും. ഇതിൽ രണ്ടവസ്ഥയിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ബന്ധം തനിക്ക് മഹാത്മാഗാന്ധിയുമായിട്ടുണ്ട് എന്ന് തെറ്റിദ്ധാരണ പരത്തിയ ഒരു മഹാനാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം സാഹിത്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. കാരണം ഒരാൾക്കും സാഹിത്യം പറയാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും ഇത് ഒരു അലാസ് എന്നൊക്കെ പറയണ ഒരു നിലവിളിയല്ലേ വരുള്ളൂ. അല്ലാതെ ആ സമയത്ത് പശ്ചിമാമ്പരത്തിൻ്റെ ചക്രവാളങ്ങളിൽ എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അങ്ങനെ പറയുന്ന സാഹിത്യകാരന്മാരെ അപ്പം തന്നെ ഓട്ടോറിക്ഷ എടുത്തിട്ട് പോയാലും രണ്ടെണ്ണം കൊടുക്കേണ്ടതാണ്. അതെ അതെ. അപ്പം അങ്ങനെ എഴുതി. അല്ല, ഗാന്ധി ഇപ്പോൾ നെഹ്റുവിന് ഒരു ഏണി മാത്രമല്ല. അല്ല, ഏണിയല്ല, ഭാരമായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ. കാരണം ഒന്നാമത്തെ കാര്യം 1900 ഇവർ പറയുന്ന രീതിയിൽ നെഹ്റു ഒരിക്കലും ഗാന്ധിയുടെ ശിഷ്യനായിരുന്നില്ല. അതാണ് വസ്തുത. 1927 ഇദ്ദേഹം 28 ഇദ്ദേഹം പ്രസിഡൻ്റ് ആകുന്ന AICC. ആ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് എനിക്ക് തൻ്റെ ഈ അഹിംസയിലും മറ്റേതിലൊന്നും ഒരു വിശ്വാസമില്ല എന്ന് കത്തെഴുതി അറിയിച്ച്. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നുകിൽ അങ്ങേര് കള്ളം എഴുതുമെന്ന് പറയേണ്ടി വരും. അതെ അല്ലേ? അല്ലെങ്കിൽ ഇയാൾ ഗാന്ധി ശിഷ്യനാണ് എന്ന പ്രചാരണം കള്ളമാണെന്ന് പറയേണ്ടി വരും. രണ്ടാമത്തതായിരിക്കും ശരി. അതാണ് അതിൻ്റെ ശരി. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ വളരെ വിശാലമായ ഒരു ഓർഗാനിക് കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ജൈവ സ്വഭാവം, വളരുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജൈവ സ്വഭാവം, അത് ഈ 75-ാം വർഷത്തിൽ പാർലമെൻറ്റിൽ മോദി വളരെ ഭംഗിയായി ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതും വളരെ അഭിമാനകരം. എനിക്ക് തോന്നുന്നത് നെറ്റ് റിസൾട്ട് ഭരണഘടനയെ അല്ല, എനിക്കൊരു നിർദ്ദേശമുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം, ഭരണഘടനയെക്കുറിച്ചുള്ളത്, ആ പ്രസംഗം തീർച്ചയായിട്ടും ഇന്ത്യയിലെ എല്ലായിടത്തും പല വിധത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കേണ്ടതാണ്. കാരണം ഏത് മനുഷ്യനും ഒരു അഭിമാനം തോന്നും. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു അഭിമാനവും അന്തസ്സും ആത്മവിശ്വാസവും ഊർജവും തോന്നണം. അത് തോന്നുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് സാറിന് വിചാരിച്ചാൽ കേരളത്തിലെ BJP പാർട്ടിക്ക് ചെയ്യാമല്ലോ, കോപ്പികൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അല്ല, അതിപ്പോൾ അത് കിട്ടണം, അതിൻ്റെ സംഗതികൾ കിട്ടണം. അത് എന്തായാലും ശരിയാണ്. അത് ബുക്ക്ലെറ്റ് ഇറക്കാവുന്നതാണ്. ഒരു ബുക്ക്ലെറ്റ് പോലെ അല്ല, എല്ലായിടത്തും കൊണ്ട് എത്തിക്കുക, എല്ലാ വീടുകളിലും എത്തിക്കുക. അത് ഒരു വലിയ നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ഭരണഘടന നമ്മുടെ സംസ്കാരം തന്നെയാണ്. ആ സംസ്കാരത്തിന് നമ്മൾ നൽകുന്ന ഏറ്റവും മഹത്തായ സംഭാവനയായിരിക്കും. ഏതായാലും അത് വലിയ ഒരു ഐ ഓപ്പണറാണ്. എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലായി. നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ ഈ ഒരു ആംഗിളിൽ ഈ പ്രസംഗത്തെയും ഭരണഘടനയും കണ്ടിട്ടുണ്ടാവില്ല. ഏതായാലും വളരെ സാർത്ഥകമായ ഒരു സംഭാഷണമായിരുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.